ഗൈസ്, നമ്മുടെ തേർഡ് ഡേ ആണ് സ്കോട്ട്ലൻഡിലെ. നമ്മളിപ്പം രാവിലെ തന്നെ ഗ്ലാസ്ഗോയിൽ നിന്നും നമ്മൾ എഡിൻബർഗിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒരു പാർക്ക് ആൻഡ് റൈഡിൽ ഫ്രീ ആയിട്ട് നമ്മുടെ കാറുകൾ പാർക്ക് ചെയ്തിട്ട് സിറ്റിയിലേക്ക് നമ്മൾ സിറ്റി ബസ്സിൽ പോയി ഇന്നത്തെ ഒരു സിറ്റി ടൂറാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ആദ്യം പോകുന്നത് ക്യാമറ ഒബ്സ്ക്യൂറയിലേക്കാണ്. അതിനുശേഷം നമ്മൾ സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നു. സോ ലെറ്റ്സ് എൻജോയ് ദ ഡേ. അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ് വന്നിരിക്കുകയാണ്. 35 നമ്പർ ഓഷ്യൻ ടെർമിനൽ എഴുതിയ ബസ്സാണ്. നമ്മളിപ്പം ബസ്സിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിള്ളേരൊക്കെ ട്രാമിലൊക്കെയാണ്. ട്രാമൊക്കെ അലോ ചെയ്യാമെന്ന് നോക്കണം. നമ്മളിപ്പം നമ്മുടെ ബസ് റൈഡ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ റൈഡാണ്. ഇതിന്റെ മുകളിൽ നിന്ന് നല്ല അടിപൊളി വ്യൂ ആണ്. എഡിൻബർഗിന്റെ ആ ഒരു സിറ്റിയുടെ സെന്ററിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഒരു 19 സ്റ്റോപ്പുകൾ കൂടിയുണ്ട്. നമ്മൾ കാറ് ഈ ഒരു പാർക്ക് ആൻഡ് റൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ബസ്സിന് പോകുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം ഈ സിറ്റി ട്രാഫിക്കിലൂടെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഡ്രൈവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ നമ്മുടെ ഇപ്പോൾ കാർ ഇട്ടിരിക്കുന്ന ആ ഒരു പാർക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സേഫ് ആയിട്ടുള്ള പാർക്കിംഗ് ആണ്. അതുപോലെ ഫ്രീ പാർക്കിംഗ് ആണ്. പിന്നെ ഈ ബസ്സിന് ശരിക്കും 5.5 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഫുൾ ഡേ ട്രാവൽ ചെയ്യാനുള്ള പാസ്സാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു പാസ് ഉപയോഗിച്ച് നമുക്ക് ഈ മനോഹരമായ ബസ്സുകളിലോ ട്രാമിലോ ഒക്കെ നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഫാമിലി ആണെങ്കിൽ ഒരു ഫാദറും മദറും അതുപോലെ 3 കിഡ്സും ഒക്കെ ഉള്ള ഒരു ഫാമിലിക്ക് ഫാമിലി പാസ് കിട്ടും. അതിന് വെറും 12 പൗണ്ടേ ഉള്ളൂ. നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എന്ന് പറയുന്നത് പാർലമെന്റ് സ്ക്വയറിനോ മറ്റുള്ളൊരു ഇതാണ്. ഇനിയും 19 സ്റ്റോപ്സ് കൂടി കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഈ ബസിന്റെ മുകളിലത്തെ ഫ്ലോറിലാണ്. നമുക്ക് ഇവിടെ നല്ല വ്യൂ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാറുമായിട്ട് ഈ സിറ്റിക്കുള്ളിലേക്ക് കയറാണ്ടിരുന്നത് നന്നായി എന്ന് തന്നെ ഇപ്പൊ തോന്നുകയാണ്. ഒരുപാട് ബസ് ലൈനുകളും ഒരുപാട് സ്പീഡ് ലിമിറ്റുകളും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് പ്രഷേർഡ് ആയിട്ട് നമ്മൾ ഇതിലെ ഡ്രൈവ് ചെയ്യേണ്ടി വന്നേനെ. നമ്മൾ താമസിക്കുന്ന ഗ്ലാസ്ഗോ സിറ്റിയെ വെച്ച് നോക്കുമ്പം ഈ എഡിൻബർഗ് സിറ്റിക്ക് ഭയങ്കര ഒരു സൗന്ദര്യമാണ്. ഈ ക്യാപിറ്റൽ സിറ്റിയുടെ ഒരു ആഢ്യത്വം നമുക്ക് ഓരോ നിർമ്മിതികളിലും കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ഡബിൾ ഡെക്കറിലിരുന്ന് നമ്മുടെ റൈഡ് സ്റ്റിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പൊളി മൂഡിലാണ്. നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയകളൊക്കെ അൾട്രാ ലോ എമിഷൻ സോണുകളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിപ്പം ഒരു ഡീസൽ വെഹിക്കിൾസ് ഒക്കെ ആയിട്ടോ അല്ലെ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഒക്കെ ആയിട്ട് വന്നു കഴിയുമ്പം നമുക്ക് ഇതിൻ്റെ റെസ്ട്രിക്ഷൻസും ഫൈൻസും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളിടത്താണ് നമ്മളിപ്പം കാർ പാർക്ക് ആൻഡ് റൈഡുകളുടെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എഡിൻബർഗ് നാഷണൽ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലൂടെയാണ്. പഴമയും ആധുനികതയും കൈകോർക്കുന്ന ഒരു നഗരമാണ് എഡിൻബർഗ്. എഡിൻബർഗ് കാസിലിന്റെ ആകർഷകമായ കാഴ്ചകളിൽ നിന്നും റോയൽ മൈലിന്റെ കല്ലിട്ട റോഡുകൾ വരെ ഈ നഗരത്തിന്റെ ഓരോ കോർണറിനും ഒരു കഥ പറയാനുണ്ടാവും. കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന റോയൽ മെയിലിലൂടെയാണ്. നമുക്കിനി 2 സ്റ്റോപ്പ് കൂടെ കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് 2ാമത്തെ സ്റ്റോപ്പാണ് നമുക്ക് ഇറങ്ങേണ്ട സ്കോട്ടിഷ് പാർലമെന്റ്. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പോകുന്നത് ഡൈനാമിക് എർത്ത് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റോറിയത്തിലേക്കാണ്. അതിനുശേഷം നമ്മൾ പോകുന്നത് ഇല്യൂഷൻ വിസ്മയമായ ക്യാമറ ഒബ്സ്ക്യൂറയാണ്. പിന്നെ നമ്മൾ ഈ ഒരു റോയൽ മെയിൽ സ്ട്രീറ്റിലൂടെ നമ്മൾ സ്ട്രീറ്റ് വാക്കും പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ടൈം കിട്ടുവാണ് നമ്മൾ നാഷണൽ മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഡേ നമ്മൾ ഫുള്ളി പ്ലാൻഡ് ആണ്. നമ്മളിപ്പം ഡൈനാമിക് എർത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുറത്തു നിന്നുള്ളൊരു ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ഡൈനാമിക് എർത്തിൽ പല ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. നമ്മൾ എടുത്ത ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റോറിയത്തിലെ ഒരു ഷോയ്ക്കാണ്. അത് പിള്ളേരൊക്കെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമുക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ക്ലാസ്സിൽ ഒക്കെ ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ബട്ട് പിള്ളേർക്ക് ശരിക്കും എന്റർടൈനിങ് ആയിരുന്നു. ഏകദേശം അരമണിക്കൂറായിരുന്നു ഈ ഒരു ഷോയുടെ ഡ്യൂറേഷൻ. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ആംബിയൻസും ഒക്കെ അടിപൊളിയാണ്.
പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു കഫേയുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് ലഞ്ച് കഴിച്ചത്. നമ്മൾ അവിടുത്തെ ലഞ്ച് ശരിക്കും എൻജോയ് ചെയ്തു. അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ, നല്ല ടേസ്റ്റിൽ, ഒരു ടിപ്പിക്കൽ ഇംഗ്ലീഷ് ലഞ്ച് തന്നെയായിരുന്നു നമ്മൾ കഴിച്ചത്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഈ സിറ്റി ടൂർ നടന്ന ഈ ഡബിൾ ഡെക്കർ ബസ് ഉണ്ടല്ലോ, ആ ഒരു റെഡ് കളറും എല്ലാം കൂടെ ചേർന്ന് ഒരു അന്യായ ലുക്കാണ് അവിടെ അതിന്. സജിനല്ലേ നമ്മളിവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഡൈനാമിക് എർത്ത് കണ്ടതിന് ശേഷം ഞങ്ങൾ സ്കോട്ടിഷ് പാർലമെന്റിന്റെ മുന്നിലൂടെയാണ് നടന്നുപോയത്. ഈ ഒരു ബിൽഡിംഗ് മറ്റ് ബിൽഡിങ്ങുകളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായൊരു ഷേപ്പാണ്. നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ബിൽഡിംഗ് കണ്ട് നമ്മളിങ്ങനെ അന്തം വിട്ടു നോക്കുമ്പോൾ ഇതാണ്ട് സ്കോട്ട്ലൻഡ് പാർലമെന്റ്. നമ്മുടെയൊക്കെ നാട്ടിലാണ് നമുക്ക് സ്വപ്നം കാണാൻ പറ്റും. നമുക്കിങ്ങനെ പാർലമെന്റ് മന്ദിരത്തിനൊക്കെ മുമ്പിൽ കൂടെ നമുക്കിങ്ങനെ തേരാപ്പാറ നടക്കാൻ പറ്റുമോ? പൊളിയല്ലേ, പൊളി. ഇത് എത്ര വണ്ടികളാണ് നമുക്ക്? ഗൈസ്, നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് റോയൽ മൈലിലൂടെയാണ്. ഇത് എഡിൻബ്രയിൽ ഏറ്റവും പ്രശസ്തമായ സ്ട്രീറ്റാണ്. ഇത് എഡിൻബ്ര കാസിൽ മുതൽ ഹോളിവുഡ് പാലസ് വരെയാണ് ഇതിങ്ങനെ കിടക്കുന്നത്. നമ്മൾ കടന്നു പോകുന്ന ഓരോ സ്റ്റെപ്പിലും ചരിത്രമാണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ ഇതിന്റെ ഇരുവശത്തും കല്ലുകണ്ട് കെട്ടിയുണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ്. അതുപോലെ നമുക്ക് ഒരുപാട് പെർഫോമേഴ്സിനെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറേ ആളുകൾ ഒരുപാട് മ്യൂസിക്കും വാദ്യ ഉപകരണങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ പെർഫോം ചെയ്തിട്ടുള്ള ഒത്തിരി ആൾക്കാർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എഡിൻബ്രയുടെ ആ ഒരു ക്ലാസിക് വൈബ് നമുക്ക് കിട്ടുന്നത് ശരിക്കും ഈ ഒരു റോയൽ മൈൽ എന്ന് പറഞ്ഞ ഈ ഒരു സ്ട്രീറ്റിലാണ്. നമ്മൾ ഈ കാണുന്ന സ്റ്റാച്യു ആഡം സ്മിത്തിന്റെ സ്റ്റാച്യു ആണ്. സ്കോട്ട്ലൻഡിലെ പ്രധാന ചിന്തകന്മാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹത്തിനെ ശരിക്കും മോഡേൺ എക്കണോമിക്സിന്റെ പിതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ദ വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അത് വേൾഡ് ഫേമസ് ആണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന കത്തീഡ്രലിന്റെ പേര് സെന്റ് ഗിൽസ് കത്തീഡ്രൽ എന്നാണ്. എഡിൻബ്രയിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്കാണ് ഈ കത്തീഡ്രൽ. ഇതിന് മോർ ദാൻ 900 years പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പം ക്യാമറ ഒബ്സ്ക്യൂറയിലെ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഫുള്ളി എക്സൈറ്റഡ് ആണ്. എന്താണ് നമുക്കായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഇല്യൂഷൻ വിസ്മയം ഒന്ന് കാണേണ്ടതായിട്ടുണ്ട്. സയൻസ്, ഹിസ്റ്ററി ആൻഡ് ഫൺ, ഈ 3 കാര്യങ്ങളുടെയും ഒരു പെർഫെക്റ്റ് മിക്സ് ആണ് ക്യാമറ ഒബ്സ്ക്യൂറ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞ ഒരു പഴയ ബിൽഡിംഗ് ആണ്. അതിൽ നിറയെ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ക്യാമറ ഒബ്സ്ക്യൂറയിലാണ്. ഇത് ആദ്യം തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു കുറേ മിററുകളൊക്കെ വെച്ചിട്ടുള്ളൊരു പരിപാടിയുണ്ട്. നമുക്ക് ഏതാണ് മിറർ, ഏതാണ് വഴി, ഏതാണ് ശരിക്കുള്ള നമ്മുടെ തന്നെ കുറെ മൾട്ടിപ്പിൾ ഇമേജെല്ലാം കാണിച്ച് നമ്മളെ ആകെ അങ്ങ് ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഇങ്ങനെയൊന്നും അല്ലടാ. ഇത് നമുക്കിന്ന് പോണ്ടേ? എന്റെ ഒരു കൈ എവിടെയാണ്? അതിനുശേഷം നമ്മൾ ഒരു വിഷ്വൽ ഇല്യൂഷൻ ഉണ്ട് ശരിക്കും നമ്മളെ കറക്കുന്ന ആ ഒരു സംഭവം. അത് കുറച്ച് സ്കേറി ആയിട്ട് തോന്നി. ഈ ക്യാമറ ഒബ്സ്ക്യൂറയുടെ ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിറ്റിയുടെ നല്ല പനോരമിക് വ്യൂ കിട്ടുന്നതാണ്. അതുപോലെ നമുക്ക് അവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഇതുണ്ട്. ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോയും സിംഗിൾ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കുകയുണ്ടായി. ശരിക്കും പറയാൻ ക്യാമറ ഒബ്സ്ക്യൂർ എല്ലാവരും എൻജോയ് ചെയ്തു. നമ്മൾ വലിയവരാണേലും പിള്ളേരാണേലും ഒക്കെ. അതുപോലെ നമ്മളെ തല കീഴായി കാണിക്കുന്ന മിററുകൾ, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സയൻസിന്റെ കുറേ ആപ്ലിക്കേഷൻസ്, അതുപോലെ ഹിസ്റ്ററി, എല്ലാത്തിനും അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഫൺ, അടിപൊളിയായിരുന്നു ഈ ഒരു ക്യാമറ ഒബ്സ്ക്യൂറയിലെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്.
എഡിൻബറ കാസിൽ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറി കാണണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്ലാൻ ക്യാൻസൽ ചെയ്യുകയുണ്ടായി. കാരണം ക്യാമറ ഒബ്സ്ക്യൂറിയിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ടൈം എടുക്കുകയുണ്ടായി. കാരണം പിള്ളേർക്കൊക്കെ അവിടെ നിന്ന് വരാൻ മടിയായിരുന്നു, അത്രയ്ക്ക് ഫണ്ണായിരുന്നു അത്. അതുകൊണ്ട് നമ്മൾ എഡിൻബറ കാസിൽ പുറത്തുനിന്ന് കാണുകയാണ് ഉണ്ടായത്. പിന്നീട് നമ്മൾ വീണ്ടും ബസ് സ്റ്റോപ്പിൽ വന്നു. അവിടെ നിന്ന് നമ്മൾ നമ്മൾ രാവിലെ വന്ന പോലത്തെ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറിയിട്ട് നമ്മുടെ ഈ പാർക്ക് ആൻഡ് റൈഡിലേക്ക് വന്നു. അവിടുന്ന് ഈ പറഞ്ഞ പോലെ പാർക്കിംഗ് ഒക്കെ ആക്ച്വലി ഫ്രീ ആയിരുന്നു. നമ്മുടെ കാറുകളൊക്കെ സേഫ് ആയിരുന്നു. നമ്മൾ അവിടുന്ന് വണ്ടിയെടുത്ത് നമ്മുടെ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നേരെ കയറിയത് കിച്ചണിലേക്കാണ്. നമ്മുടെ ഓളം വെച്ചിട്ടുള്ള കുക്കിംഗ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നൂൽ പൊറോട്ടയാണ്. അപ്പം അതിനുശേഷം ഇനിയിപ്പോൾ നമുക്ക് ഗെയിംസ് ഉണ്ട്, അതുപോലെ പെർഫോമൻസ് ഉണ്ട്. ഈ കാഴ്ചകളൊക്കെ എന്നും നിങ്ങളെ കാണിക്കുന്നതായതുകൊണ്ട് ഇന്നിപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കൊന്നും പോകുന്നില്ല. നാളെ നമ്മൾ പോകുന്നത് ഗ്ലെൻകോ വ്യൂ പോയിന്റ്, അതുപോലെ ആ ഒരു ഹാരി പോട്ടറിന്റെ ട്രെയിൻ, ആ സെറ്റപ്പ് കാണാനാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.